കഴിഞ്ഞ ദിവസം രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠ നടന്ന രാമക്ഷേത്രത്തിലെ വിശേഷങ്ങൾ അറിയാനായി കാത്തിരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ. 5 നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് രാമക്ഷേത്രം ഭക്തജനങ്ങൾക്കായി തുറന്നു നൽകിയിരിക്കുകയാണ്. ആദ്യ ദിനം തന്നെ ദർശനത്തിന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാംലല്ലയുടെ അനുഗ്രഹം തേടി പതിനായിരങ്ങളാണ് തൊഴുകൈയോടെ സന്നിധിയിൽ നിൽക്കുന്നത്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെ രാമക്ഷേത്രം ഭക്തർക്ക് ദർശനത്തിനായി തുറന്നു. ചൊവ്വാഴ്ച രാവിലെയാണ് പൂജകൾക്ക് ശേഷം ദർശനം ആരംഭിച്ചത്. ക്ഷേത്ര പരിസരവും അയോധ്യയുമെല്ലാം ഭക്തരാൽ തിങ്ങി നിറഞ്ഞ വലിയ ജനക്കൂട്ടമാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ കൊടും തണുപ്പ് വകവയ്ക്കാതെ ക്ഷേത്ര ദർശനത്തിനായി ഒരുപാട് ആൾക്കാർ എത്തുന്നുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചയോടെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനായി ഭക്തർ ക്ഷേത്രത്തിന് മുന്നിൽ തമ്പടിക്കുകയായിരുന്നു. ദിവസവും രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 11:30 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 7 വരെയുമാണ് ദർശനം അനുവദിക്കുക. പുലർച്ചെ 6:30 ജാഗരൺ ആരതിയോടെ ക്ഷേത്രം തുറക്കും. വൈകിട്ട് 7:30 സന്ധ്യ ആരതിയോടെ നട അടയ്ക്കും. ഉച്ചയ്ക്ക് 12-നും ആരതി ഉണ്ടാകും. രാവിലെ 7 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 7 വരെയുമാണ് ദർശനം. സിംഗ്ദ്വാറിലൂടെ 32 പടികൾ കയറിയാണ് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാഥമിക കവാടത്തിൽ എത്താൻ സാധിക്കുന്നത്. ആരതി ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ശ്രീരാമ ജന്മഭൂമിയുടെ ഓഫീസിൽ നിന്നും വെബ്സൈറ്റിൽ നിന്നും പാസ് നേടാം. വിശേഷ ദിവസങ്ങളിൽ 16 മണിക്കൂർ വരെ ക്ഷേത്രം തുറക്കും. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 രാംലല്ല വിഗ്രഹത്തിന്റെ പ്രാണപ്രതിഷ്ഠ. കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിത് മുഖ്യ കാർമ്മികത്വം വഹിച്ച ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യ യജമാനനായി. RSS അധ്യക്ഷൻ മോഹൻ ഭാഗവതും മോദിക്കൊപ്പം അർച്ചനയിലും പൂജയിലും പങ്കെടുത്തു. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, രാമക്ഷേത്ര ട്രസ്റ്റ് അധ്യക്ഷൻ മഹന്ത് നൃത്യഗോപാൽ ദാസ് തുടങ്ങിയവർ മുഖ്യ അതിഥികളായി. രാജ്യത്തിന്റെ വിവിധ മേഖലകളുടെ പ്രതിനിധികളായി ക്ഷണിക്കപ്പെട്ട 8000-ഓളം അതിഥികളുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ. ക്ഷേത്രത്തിന്റെ ബാക്കിയുള്ള നിർമ്മാണം തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ താഴത്തെ നിലയിലാണ് ശ്രീകോവിൽ. ഇവിടെയാണ് രാമലല്ലയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. നൃത്യമണ്ഡപം, രംഗമണ്ഡപം, സഭാമണ്ഡപം, പ്രാർത്ഥനാ മണ്ഡപം, കീർത്തന മണ്ഡപം എന്നിങ്ങനെ 5 മണ്ഡപങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ക്ഷേത്രത്തിനോട് ചേർന്ന് പുരാതന കാലം മുതലുള്ള ചരിത്ര പ്രസിദ്ധമായ സീതാക്കിണർ സ്ഥിതി ചെയ്യുന്നു. ഇനിയുള്ള കാലവും ഈ ദിവസം രാജ്യം ഓർത്തുവെക്കും. ഇത് വൈകാരിക നിമിഷമാണ്. രാംലല്ല ഇപ്പോൾ ടെന്റിലല്ല, ദിവ്യ മന്ദിരത്തിലാണ് എന്നും പുതിയ ഇതിഹാസം കുറിക്കുകയാണ് എന്നുമായിരുന്നു മോദിയുടെ വാക്കുകൾ. 11 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ സ്വയം രാമനിൽ സമർപ്പിച്ചു. കേരളത്തിലെ തൃപ്രയാർ അടക്കം പ്രധാന ശ്രീരാമക്ഷേത്രങ്ങൾ സന്ദർശിക്കാനായി. പല ഭാഷകളിൽ രാമായണം കേട്ടു. വിജയത്തിന്റേത് മാത്രമല്ല, വിനയത്തിന്റേത് കൂടിയാണ് ഈ അവസരമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മൂല്യങ്ങളുടെ വിജയമാണ് രാമക്ഷേത്രം. അടുത്ത 1000 വർഷങ്ങളിലേക്കുള്ള രാഷ്ട്ര നിർമ്മാണത്തിന് ഉചിതമായ ദിനമാണ് കഴിഞ്ഞ ദിവസം. നിസ്സാരനാണ് എന്ന ഭാവം ഉപേക്ഷിച്ച് രാഷ്ട്രസേവനത്തിന് രാമനെ മാതൃകയാക്കണമെന്നും മോദി പറഞ്ഞു. പ്രാണപ്രതിഷ്ഠ നടക്കുമ്പോൾ ക്ഷേത്രത്തിന് പുറത്ത് സൈനിക ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തി. ദർഭപ്പുല്ലുകളാൽ തയ്യാറാക്കിയ പവിത്രം ധരിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂജാ ചടങ്ങുകളിൽ പങ്കെടുത്തത്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് വൈകാരിക നിമിഷം എന്നാണ് പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. നീണ്ട തപസ്യക്കൊടുവിൽ അയോധ്യയിൽ രാമനെത്തി എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി രാമവിഗ്രഹത്തിനരികിൽ താൻ വൈകാരികമായാണ് ചിലവഴിച്ചത് എന്നും പറഞ്ഞു. ഇത് ഒരു പുതിയ തീയതി മാത്രമല്ല, ഒരു പുതിയ കാലചക്രത്തിന്റെ തുടക്കമെന്നാണ് മോദി വിശേഷിപ്പിച്ചത്. അയോധ്യ ക്ഷേത്ര നിർമ്മാണം വൈകിയതിൽ ശ്രീരാമനോട് പ്രധാനമന്ത്രി ക്ഷമയും ചോദിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.